ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആയാലും നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബിസ്ക്കറ്റ് പോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നെയ്യാണ്. ഞാൻ ഇപ്പോൾ ഒരു അരക്കപ്പ് നെയ്യ് അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാര വേണം. പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതുണ്ട്. ഇത് നെയ്യും പഞ്ചസാര പൊടിച്ചതും ഒരേ അളവിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതും കൂടി ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് അതിലേക്ക് തന്നെ ഏലക്ക ഇട്ടിട്ട് പൊടിച്ചെടുത്താലും മതിയാവും. അല്ലെങ്കിൽ ഏലക്കപ്പൊടി ഡയറക്റ്റ് ചേർത്ത് കൊടുത്താലും മതി. വേണമെന്നുണ്ടെങ്കിൽ വനില എസൻസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ നെയ്യും പഞ്ചസാര പൊടിച്ചതും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കളറൊന്ന് ചെറുതായിട്ട് മാറി വരണം. ആ ഒരു സമയം വരെ നല്ലതുപോലെ ഒന്ന് അടിച്ച് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ അല്ലെങ്കിൽ വിസ്ക് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന നെയ്യൊക്കെയാണ്, അതേപോലെ തന്നെ പഞ്ചസാര പൊടിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. സ്പൂൺ വെച്ച് ചെയ്താലും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് വരാം. നെയ്യും പഞ്ചസാരയും നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം വേണ്ടത് മൈദയാണ്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് അരിച്ചിട്ടാണ് ചേർത്തെടുക്കുന്നത്. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അളന്നെടുത്ത 1 കപ്പ് മൈദയാണിത്. അത് നമുക്ക് ഈ അരിപ്പയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ബേക്കിംഗ് പൗഡർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഇട്ട പൊടികളെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അരിച്ച് ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് വേണം ഇനി പാല് ചേർക്കണോ വേണ്ടതെന്ന് നോക്കാനായിട്ട്. നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ ഞാൻ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ച് ഒരു മാവ് പരുവത്തിന്, നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിങ്ങനെ കൈയും കൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവുകയുള്ളൂ. ഈ സമയത്താണ് നമുക്കിതിലേക്ക് എക്സ്ട്രാ പാല് ചേർക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. എനിക്കിപ്പോൾ ഇത് ഇവിടെ ഒരുപാട് ഡ്രൈ ആയിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലേക്ക് എക്സ്ട്രാ പാലൊന്നും ആവശ്യം വന്നിട്ടില്ല. ഇനി അഥവാ ഇതിൽ കുറച്ച് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ അത് നന്നായിട്ട് ഞാൻ കുഴച്ച് ഒരു മാവ് പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ബേക്കിംഗ് ട്രേ പാർച്ച്മെൻറ്റ് പേപ്പറൊക്കെ വെച്ച് നെയ്യൊക്കെ തൂത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള സൈസിന് മാവ് എടുത്തിട്ട് ഇതേപോലെ കയ്യിൽ വെച്ച് ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും ക്രാക്സ് ഒന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവ് മുഴുവനൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരേ വലുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് ബേക്കായി കഴിയുമ്പോൾ ഒക്കെ ഏകദേശം ഒരേ സൈസിന് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിനി എടുത്തു വച്ചിരിക്കുന്ന മാവ് മുഴുവനും ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതാ നമ്മൾ എടുത്തു വെച്ചിരുന്ന മാവ് മുഴുവനും ഈ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിന്ന് ഇതിൽ ഒന്ന് എഗ് വാഷും കൂടെ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്കൊരു മുട്ട വേണം. അതിലേക്ക് 1 സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക. ഇനി ഈ മുട്ട മിക്സ് നമുക്ക് ഈ ബിസ്ക്കറ്റിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ഗ്ലേസിന് ഒരു കളറിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിലേക്കൊക്കെ ഇതൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ എഗ് വാഷ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് അല്ലെങ്കിൽ ഷുഗർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതും ഓപ്ഷണലാണ്. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ബേക്ക് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിനൊന്നും വ്യത്യാസം വരില്ല. ഞാനിപ്പോൾ കുറച്ച് ഷുഗറും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 340 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 18 മുതൽ 20 മിനിറ്റ് വരെ ചെയ്തെടുക്കാം. നമ്മുടെ അവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചൊക്കെ ടൈമിന് വ്യത്യാസം വരാം. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. ഏകദേശം കളറൊക്കെ മാറി ക്രിസ്പി ആയിട്ട് വരുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ ഒരു ടൈം വരെയാണ് ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എഗ് വാഷ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസും കളറും വന്നിട്ടുണ്ട്. ചായയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബിസ്ക്കറ്റ് പോലെ തന്നെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനും പറ്റും. ക്രിസ്മസ് ട്രീറ്റ് ആയിട്ട് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. നമുക്കിനി മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.